അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടൊക്കെ ഒന്നുമല്ല, മടി കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നോമ്പിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒന്നും പറ്റണില്ല. അപ്പോൾ ഈ ഒരു ട്രാക്കിൽ നിന്ന് അങ്ങോട്ട് മാറിയോണ്ട് തന്നെ പുതിയ പുതിയ കണ്ടൻസ് ഒന്നും കിട്ടണില്ല. അങ്ങനെ ഒരു Q&A ഇട്ടപ്പോഴാണ് ഭയങ്കര അടിപൊളി കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടത്. അപ്പോൾ അതന്നെ ആക്കാം വീഡിയോ ഒന്ന് കിട്ടി. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഞാൻ ആ ഒരു വീഡിയോയിൽ വിയർ ചെയ്ത ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. ഒരു ബ്ലാക്ക് ഗൗണാണ്. അപ്പോൾ അതെവിടുന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതെവിടുന്നാന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ സ്റ്റോറിൽ നിന്നല്ല, പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ്, പക്ഷേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ ആവുന്ന ഒരു ടൈപ്പ് ഗൗണാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു ഗൗണാണ് കേട്ടോ, ഓൺലൈനൊന്നും അല്ല. ഇനി അവർക്ക് ഓൺലൈനായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഷോപ്പിൻ്റെ കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ഒരാളെന്നെ ഉള്ളൂ ചോദിച്ചിട്ട്. കറൻറ്റ് വെയിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കറൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 കിലോന് ആവാനായിട്ടുണ്ട്. 59 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, പ്രഗ്നൻസി ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ഒരു 75 എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് 55 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നോമ്പായിട്ട് എല്ലാവരും ചിലപ്പോൾ വെയിറ്റ് കുറേ കാരണം ഞാൻ കൂടി 60 എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും 60 കിലോന് ആവാറായിട്ടുണ്ട് ഇപ്പോൾ വെയിറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പൗഡർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. പൗഡർ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ചോദ്യമല്ല ചോദിക്കുന്നത്. ഞാൻ ഒരു Q&A അവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിലാണ് ചോദിക്കണമെന്ന് തോന്നുന്നത്. പൗഡർ ഇടാറുണ്ടോ, പൗഡർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൗഡർ ഇടാറുണ്ട്, പൗഡർ ഇട്ടിട്ടുണ്ട്. ആ ടൈമിലും ഇട്ടിട്ടുണ്ട്, ഇടാറും ഉണ്ട് കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളല്ലേ. പൗഡർ ഇട്ടിട്ടുണ്ട്, പൗഡറൊക്കെ ഇട്ടൂടെ, എന്താ ഇപ്പോൾ പൗഡർ ഇട്ട പ്രശ്നം? അപ്പം ഇനിയിപ്പോൾ ഏതാ പൗഡർ ഇടുന്നതെന്നൊക്കെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വൈറ്റ് കൊണ്ട് ഈ ഒരു പൗഡറാണ് കേട്ടോ ഇടാല്. ഇതാണ് പൗഡർ ഇടാറ് കേട്ടോ. അപ്പോൾ എപ്പോഴും പൗഡർ ഇടലൊന്നുമില്ല, വേണ്ടെങ്കിലും പോകുമ്പോൾ ഒക്കെ പൗഡർ ഇടും. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ ഒക്കെ ഒന്ന് എല്ലാവരും ചെയ്യണതിൻ്റെ എത്ര പ്രശ്നമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏജ് ആണ്. എൻ്റെ ഏജ് വന്നിട്ട് 24 ആണ്. ഇനി ഈ ഇയർ ലാസ്റ്റ് ആകുമ്പോൾ 25 ആവട്ടോ. അത് ഇയർ എൻഡിലാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഈ ഇയർ കഴിയാറാകുമ്പോൾ എനിക്ക് 25 വയസ്സാകും. ഇപ്പോൾ കറൻ്റ്ലി 24 റണ്ണിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത്താഴത്തിൻ്റെ ഹെൽത്തി റെസിപ്പീസ് കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്താഴത്തിൻ്റെ ഹെൽത്തി റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 ആയിട്ടൊക്കെ ഞാൻ ട്രൈ ആക്കലുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ നേരത്ത് എണീറ്റിട്ട് എന്താണോ ഉള്ളത് അതെന്നെ കഴിക്കാറാണ്. ചോറ കിട്ടിച്ച ചോറിൻ്റെ കഴിക്കാറാണ്. കാരണം പ്രിപ്പയർ ചെയ്തിട്ട് മുമ്പേ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ലായ്ക്കും എണീക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് മുന്നേ ഒരു ഓട്ടം കഴിക്കലും ബാച്ചിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഉണ്ടാക്കാനും കുടിക്കാനും ഒന്നും നേരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. അങ്ങനെ ഹെൽത്തി ഒന്നും ഇപ്പോൾ നോക്കലില്ല, അതാണ് സത്യം. പിന്നെ അധികവും വന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഗീവ് അവേനെ കുറിച്ചിട്ടാണ്. ഞാനൊരു ഗീവ് അവേൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കപ്പിൾ എൻട്രി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂട്ടിയിട്ടാണ് 29ാമത്തെ നോമ്പിന് ഗ്രാൻഡ് ഹയാത്തിൽ പോയി നോമ്പറക്കാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആരെ കൂട്ടിയിട്ട് വേണമെങ്കിലും പോയി നോമ്പറക്കാം. അത് നിങ്ങൾ വേണ്ടി ചെയ്യേണ്ട റൂൾസും റെഗുലേഷൻസൊക്കെ ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട്, അത് കാണാത്തൊരു ഇൻസ്റ്റഗ്രാമിലൊന്ന് പോയിട്ട് അതൊന്ന് കാണാം കേട്ടോ. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് അപ്ലോഡ് ആവണില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയിട്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണേ ആരെ കൂട്ടിയിട്ട് വേണമെങ്കിലും, സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെ കൂട്ടിയിട്ട് വേണമെങ്കിലും പോയിട്ട് അവിടെ ഇഫ്താർ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 29ാമത്തെ നോമ്പിനാണ് വരുന്നത്. 27 അല്ലെങ്കിൽ 28 മോർണിംഗിന് നമ്മൾ ആരാണോ ആളെന്ന് സെലക്ട് ചെയ്യും. വിന്നറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് വിളിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കണ്ണ് എഴുതാത്ത മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. കണ്ണ് എഴുതാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ് എഴുതാൻ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കണ്ണ് എഴുതാത്തത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഉറക്കവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കണ്ണിങ്ങനെ വല്ലാണ്ട് അൺറൈസൊക്കെ ഡാർക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിക്കാൻ ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ. എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല. പിന്നെ
എന്താ എൻ്റെ അടുത്തുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്ത് കൂട്ടലെന്ന് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അത് ചെയ്ത് കണ്ടാൽ തന്നെ ഭയങ്കര കോമഡിയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിന് നിൽക്കാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കണ്ണ് എനിക്ക് എഴുതാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എന്താ ആർക്കെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എഴുതിയിട്ട് കാണുമ്പോൾ എന്തോ പോലൊക്കെ തോന്നും. ഇടയ്ക്ക് വല്ലപ്പോഴും അത്രയും എപ്പോഴെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊന്നും എഴുതിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഒന്നിടത്ത് ഇങ്ങനെ മുകളിൽ ഐലൈനർ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അതെനിക്ക് ഇപ്പോൾ Q&A ഇട്ടിട്ടൊന്നല്ല, എപ്പോഴും വരുന്ന DM ആണ്. ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യണ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ അത് ആമസോണിയം 70 എന്നുള്ള ഷെയ്ഡാണ്. മെബിലിൻ്റെ സൂപ്പർ സ്റ്റൈൽ വരുന്ന ആമസോണിയം 70 എന്നുള്ള ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് മെബിലിൻ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് 70 ആമസോണിയൻ ലിപ് കളർ. ഇതാണ്. ഇതാണ് എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ നട്ടുച്ചക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ഇതാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഒരു ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര കംഫർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റഡ് ആണ്, പിന്നെ സൂപ്പർ സ്റ്റേ ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാമ്പേഴ്സ് ഗിവ് അവേ കൊടുക്കുമ്പോൾ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ളത് കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മന്തിന് ഓൾറെഡി ഞാൻ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട്, പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 15% വൈറ്റമിൻ സി സെറം പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ സൺസ്ക്രീൻ, ഇത് അക്വലോജിക്കിൻ്റെ ഒരു സൺസ്ക്രീൻ, പിന്നെ വേറെ സൺസ്ക്രീൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ക്രീം തേക്കുക, പൗഡർ ഇടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ സംഭവങ്ങൾ മോയ്സ്ചറൈസറും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഞാൻ ഷാൻ്റെ ഒരു കസിനോട് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞതാണ് നല്ലതാണ് പറയട്ടെ. സത്യം ഭയങ്കര ഒരു എന്താ പറയുക, മുഖത്തിട്ടാൽ ഒരു തണുത്ത പോലെയൊക്കെ ഒരു ഫീലൊക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും യൂസ് ചെയ്യുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പം മേക്കപ്പ് ട്യൂട്ടോറിയലും പിന്നെ ഈ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, യൂട്യൂബ് നിർത്തിയത് താത്താന്ന്. യൂട്യൂബ് നിർത്തിയിട്ടൊന്നുമില്ല, യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എടുക്കുക. എനിക്ക് നല്ല പൂതിൻ്റെ നമ്മൾ YT സ്റ്റുഡിയോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ 8 days ago 9 days ago എന്നൊക്കെ ഫസ്റ്റത്തെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറൊക്കെ ഉണ്ട്. പക്ഷേ ആ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് സെറ്റായി വരാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതും ഇടാത്തതും. അല്ലാതെ യൂട്യൂബ് നിർത്തിയിട്ടൊന്നുമില്ല, ഇപ്പം നിർത്താനുള്ള പ്ലാനും ഇല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞാൻ നിർത്താൻ വേണ്ടി കരുതി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ നിർത്താൻ കരുതിയിട്ടില്ല, ഇനി ഭാവിത്തെ കാര്യം അപ്പത്തെ മൂഡ് പോലെ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ഹിജാബിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹിജാബ് ഏതാ യൂസ് ചെയ്യേണ്ടത്, ഹിജാബ് എങ്ങനെ ചെയ്യണതെന്ന്. അപ്പോൾ ഹിജാബ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ ആകെ ചെയ്യുന്ന 2-3 മോഡൽ മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും 2-3 മോഡലും കൂടി തപ്പി പിടിച്ചിട്ട് അതും കൂടി നോക്കിയിട്ട് ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. ഞാൻ മോജ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷിഫോൺ ഹിജാബ്സ് ആണ്. മലേഷ്യൻ ഷിഫോണോ ഹെവി ഷിഫോണോ എന്തോ ആണ്, അതാണ് അധികവും യൂസ് ചെയ്യാറ്. എനിക്ക് ഒരു 98% ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ അധികം ബ്ലാക്ക് കളറായി യൂസ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്നുള്ളൂ. ഈ ഒരു സെയിം ഹിജാബ് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹിജാബാണ്. ഇപ്പം ഞാൻ കുറച്ച് 2-3 ജേഴ്സി ഹിജാബും കൂടിയും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ബാംബു ജേഴ്സി പിന്നെ നോർമൽ ജേഴ്സി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഐറ്റം വാങ്ങിച്ചു. പിന്നെ വേറൊരു ടൈപ്പ് ഹിജാബും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഹിജാബ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങക്കും പാർട്ടി വെയർ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ കാഷ്വൽ വെയർ ഡ്രസ്സൊക്കെ ഒക്കെ ഹിജാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ Q&A. കാരണം ഇനി പിന്നെ വന്ന ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹസ്ബൻഡിൻ്റെ ജോലി എന്താ, എൻ്റെ ജോലി എന്താ പഠിച്ച്, അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഏജ് എത്രയാണ്, ഹസ്ബൻഡ് ഏജ് എത്രയാണ്, വീട് എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു Q&A ആയിട്ട് ഷാനുവിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും, പിന്നെ ഏജ് എത്രയാണ്,
ആണ്. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട് എവിടെയാണ് ചോദിക്കണവരുടെ എൻ്റെ വീട് പെരിന്തൽമണ്ണാണ്, ഷാൻ്റെ വീട് തൂതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നാലും ഞാനൊരു Q&A ഇട്ടാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ചോദിക്കണമല്ലോ ഇനിയും ചോദിക്കാത്തവരും ഇനി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടോ, എന്നാലുള്ള നമുക്കൊരു കണ്ടൻറ്റൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തോളെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ മാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റട്ടെ, ഇത്രയും ഗ്യാപ്പൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ബൈ ബൈ ബൈ.